എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 2-ലെ പാർട്ട് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ ആണ് ആൻസർ, 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച എന്നീ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനവശേഷി വികസനമാണ്. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നതാണ് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, 2 മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായവ നമുക്ക് വായിക്കാം. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ഇവ രണ്ടും ശരിയായതാണ്. അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മധുര. മധുരയാണ് കൂട്ടത്തിൽ പെടാത്തത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2ഉം 4ഉം ശരിയാണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതിയാണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതിയാണ്. എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ജീവൻ രക്ഷാ പതക്. ജീവൻ രക്ഷാ പതകാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം. 25ാമത്തെ ക്വസ്റ്റ്യൻ, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗോദാവരി. ഗോദാവരി നദിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം. കൊച്ചി തുറമുഖത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കമാണ് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം. കൊച്ചി തുറമുഖത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കമാണ് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം. 27ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഓപ്ഷൻ ബി ആണ്, ഡെക്കാൻ പീഠഭൂമിയാണ് ആൻസർ. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബാരാലച്ല ചുരം. ബാരാലച്ല ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്.
നഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. നഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. റോഹ്താങ് ചുരം ബന്ധിപ്പിക്കുന്നത് കുളുവിനെ ലാഹുൽ സ്പിതിയുമായാണ് ബന്ധിപ്പിക്കുന്നത്. കുളു ലാഹുൽ സ്പിതിയുമായി ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൾ ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൾ ചുരം. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. 30ഉം 31ഉം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. 33ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. പള്ളിക്കര. പള്ളിക്കരയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയാണ് മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ ലഹള. മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ ലഹള.